ശാന്തി. ഈശ്വരനെ നമ്മുടെ പാർട്ട്ണറാക്കാൻ സാധിക്കുമെങ്കിൽ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ളതായിരിക്കുന്ന, ഏതൊരു സാമ്പത്തിക കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന ഒന്നാമത്തെ മെത്തേഡാണ് ഈശ്വരനെ നമ്മുടെ പാർട്ട്ണറാക്കുക. മുന്നേ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതായിട്ട് ഓർക്കുന്നു. എന്നാലത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ജീവിതത്തിൽ കഷ്ടപ്പാട് വരുന്ന സമയത്ത്, ജീവിതത്തിൽ ഇല്ലായ്മ അനുഭവിക്കേണ്ടി വരുമ്പോൾ, നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ, നമ്മുടെ കഷ്ടപ്പാടിൻ്റെ, എൻ്റെ ബിസിനസ്സിൽ വിജയം കിട്ടാത്തതിൻ്റെ, ഞാൻ നേടിയെടുക്കുന്ന ലക്ഷ്യത്തിലേക്ക് എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ വേണ്ടത്ര സാമ്പത്തികമായിരിക്കുന്ന സപ്പോർട്ട് എനിക്ക് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണം നമ്മൾ തന്നവന് കൊടുക്കാതെ കഴിക്കുന്നത് കൊണ്ടാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെല്ലാവരും ഈ സൃഷ്ടിയിലേക്ക് മനുഷ്യാത്മാക്കൾ ദിവ്യ ഗുണങ്ങളോടുകൂടി ഇറങ്ങി വന്നപ്പോൾ ഈശ്വരൻ്റെ അക്കൗണ്ടിൽ നിന്ന് അളവറ്റതായിരിക്കുന്ന സമ്പത്ത് നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ കർമ്മഫലം കൊണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ ആ സുഖവും സമ്പത്തും നമ്മളിൽ നിന്ന് ഒഴുകിപ്പോയതാണ്. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർത്തു പോവുകയാണ് ഭാഗവതത്തിലെ കുചേലൻ്റെ കഥ. കുചേലൻ ദരിദ്രനിൽ നിന്ന് ഒരു പിടി അവിൽ കൃഷ്ണന് കൊടുത്തതോടു കൂടിയിട്ട് കൊട്ടാരം നേടി എന്ന കഥ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ കുചേലനായതിൻ്റെ പിന്നിലും ഉണ്ട് മറ്റൊരു കഥ. കാരണം സാധാരണ ഒരു ബ്രാഹ്മണൻ്റെ ബാലകനായിരുന്നു കുചേലൻ. കൃഷ്ണൻ്റെ സതീർത്ഥ്യനായിക്കൊണ്ട് സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പഠിക്കുമ്പോഴും ആ കുട്ടിക്ക് യാതൊരു രീതിയിലുള്ള വകതിരിവും അവിടെ ഉണ്ടായിരുന്നില്ല. രാജകുമാരനും ബ്രാഹ്മണകുമാരനും സാധാരണക്കാരനും ദരിദ്രനും എന്ന വ്യത്യാസമില്ലാതെ ഒരുപോലെ എല്ലാവർക്കും ഗുരു തൻ്റെ ജ്ഞാനം പ്രദാനം ചെയ്തിരുന്നതായിട്ടുള്ള കാലഘട്ടം. ഒന്നിച്ച് കാട്ടിലേക്ക് വിറക് സംഭരിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വിറക് വെട്ടുന്നതിലിടയ്ക്ക് ഒരു സിംഹത്തിൻ്റെ മുരൾച്ച കേട്ട് രണ്ട് കുട്ടികളും പേടിച്ച് ഒരു മരത്തിൻ്റെ മേലെ കയറിയിരുന്നു. മരത്തിൻ്റെ മേലെ കയറിയിരുന്നപ്പോൾ നല്ല തകർത്ത് മഴയും പെയ്തു. ഒന്നാമത്തെ ഭയം, രണ്ടാമത് തണുപ്പ്, രണ്ടും കൂടി ആയപ്പോൾ കൃഷ്ണൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം കീറിപ്പോയതുകൊണ്ട് രണ്ടുപേർക്കും വിശപ്പടക്കാനുള്ളതായിരിക്കുന്ന കടല കുചേലൻ്റെ തുണിയിലായിരുന്നു കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത്. മേലെ കയറി എത്തിയതായിരിക്കുന്ന കുചേലൻ ആ പൊതി ഒന്ന് തിന്നു, കഴിഞ്ഞപ്പോൾ രണ്ടാമത് എടുത്ത് തിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിക്കുകയാണ്, കുചേല, എനിക്ക് തണുത്തിട്ട് വയ്യ, എനിക്കാണെങ്കിൽ വിറയ്ക്കുന്നും ചെയ്യുന്നു, പേടിയും തണുപ്പും കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല, നീ ഒരു കാര്യം ചെയ്യേ, നമ്മുടെ ഗുരുപത്നി കഴിക്കാൻ തന്നതായിട്ടുള്ള കടല എനിക്ക് തന്നേക്കൂ എന്ന് പറയുകയാണ്. ഞാൻ തിന്നു എന്നെങ്ങനെയാ മടി കൊണ്ട് പറയാൻ മടിച്ചിട്ട് കുചേലൻ പറയും, അത് മരത്തിൻ്റെ മേലെ കയറുമ്പോൾ കൊളുത്തി വലിച്ച് കീറിയൊക്കെ പോയി കൃഷ്ണ എന്ന് പറയും. ഓ അങ്ങനെയായോ, എന്നാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ, പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ആ രാത്രി അവിടെ കഴിഞ്ഞു. അവർ തിരിച്ച് വിറകുമായി ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. മറ്റൊരാൾക്ക് കൊടുക്കേണ്ട സാധനം കൊടുക്കാതെ കഴിക്കുമ്പോൾ ഭാഗവതത്തിൽ കൃഷ്ണൻ ഭഗവാന്റെ സ്ഥാനത്തും കുചേലൻ ജീവാത്മാവിൻ്റെ സ്ഥാനത്തുമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിച്ചു പോകുന്ന പാകപ്പിഴയും ഇത് തന്നെയാണ്. നമുക്ക് തന്നവനായിരിക്കുന്ന ഭഗവാനെ തൻ്റെ പാർട്ട്ണറാക്കിക്കൊണ്ട് ജീവിതത്തിൽ എന്താണോ നമ്മുടെ സമ്പാദ്യം കിട്ടുന്നത്, അത് 100 രൂപയാണെങ്കിൽ 100 രൂപ, 10 രൂപയാണെങ്കിൽ 10 രൂപ, 1 കോടിയാണെങ്കിൽ കോടി, എന്താണോ നിങ്ങളുടെ സമ്പാദ്യം അതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിന് സംതൃപ്തമാകുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ഒരു ശതമാനം, നിങ്ങൾക്ക് ഈശ്വരൻ്റെ സഹായം നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ശതമാനം, അത് നിങ്ങൾ ഈശ്വരീയ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിച്ചാൽ, ഈശ്വരന് നേരിട്ട് എങ്ങനെ കൊടുക്കാനാ, അതിന് നേരിട്ട് കൊടുക്കാനുള്ളതായിരിക്കുന്ന പുണ്യകർമ്മത്തിൻ്റെ വഴികളിലൂടെ നിങ്ങളത് ചെലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ സാമ്പത്തികമായിരിക്കുന്ന അവസ്ഥയിൽ കാര്യമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാവുകയും, ഈവൻ 100 രൂപയെ നിങ്ങൾക്ക് വരുമാനമുള്ളൂ എങ്കിലും നിങ്ങൾ 99 രൂപ നിങ്ങളുടെ ആവശ്യത്തിനും 1 രൂപ ഈശ്വരീയ കാര്യത്തിനും വേണ്ടി നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിച്ചാൽ, പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിച്ചാൽ, ആ 99 രൂപ 100 രൂപയേക്കാൾ അധികമുള്ളതായിരിക്കുന്ന ഫലം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ കുട്ടിക്കാലം മുതൽ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയതായിട്ടുള്ള ഈ ജ്ഞാനം അച്ഛനും അമ്മയും അവരുടെ കർമ്മത്തിലൂടെ ചെയ്തു കാണിച്ചതായിട്ടുള്ളൊരു പാഠമായിരുന്നു ഇത്. ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം അതുതന്നെയാണ്.
അപ്പം അതുകൊണ്ട് എപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുന്ന സമ്പത്തുണ്ടോ ആ സമ്പത്തിൽ, കാരണം നമുക്ക് ബുദ്ധി തന്നവൻ, ഒരു സെക്കൻഡിൻ്റെ ആക്സിഡൻറ്റ് കൊണ്ട് നമ്മുടെ ജീവൻ പോലും പോയേക്കാം. പിന്നെ വേണ്ട നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും നമ്മുടെ ധനവും നമ്മുടെ കഴിവും. അതുകൊണ്ട് തന്നവനായിരിക്കുന്ന ഭഗവാനെ നിങ്ങളുടെ പാർട്ട്ണറാക്കിക്കൊണ്ട്, ഭഗവാനെ എന്ത് എൻ്റെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ വരുമാനമുണ്ടോ അതിൽ ഇത്ര ശതമാനം അത് നിനക്കുള്ളതാണ്, ഞാൻ നിനക്ക് തന്നിരിക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ട് വലുതാവാൻ കാത്തിരിക്കാതെ ചെറിയ നാൾ മുതൽ ആരംഭിക്കൂ. എന്നാൽ നിങ്ങൾക്ക് വലുതാകുമ്പോഴും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കടമൊക്കെ മാറിയിട്ട് ഞാൻ ഭഗവാന് കൊടുക്കാമെന്ന് പലരും വിചാരിക്കും. പക്ഷെ അവരുടെ കടം മാറുന്നത് കാണുന്നേ ഇല്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? കൊടുക്കേണ്ടത് കൊടുത്താലേ തരേണ്ടവന് തരേണ്ടത് തരാനാകൂ. അതുകൊണ്ട് ഈ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരനെ നിങ്ങളുടെ പാർട്ട്ണറാക്കൂ. ജീവിതം എപ്പോഴും ഹാപ്പിയസ്റ്റ് ആൻഡ് സക്സസ്ഫുൾ ആക്കൂ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.